മെമേഫൈ എന്നൊരു ബോട്ടിനെ കുറിച്ച് അറിയായിരിക്കും നിങ്ങൾ പലരും ചെയ്യുന്നവരായിരിക്കും. ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി 2 മാസം മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞ ആളാണ്. എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് ഡിലീറ്റ് ആക്കി. വേറെ ഒരു ചാനലിൽ ജോയിൻ ചെയ്തത് ഇവർ കഴിഞ്ഞ മാസമേ ഒരു പുളു അടിച്ചിരുന്നു. ഞങ്ങൾ ഒക്ടോബർ 9 ലിസ്റ്റാക്കുകയാണ്. അപ്പം ഇവർ നമ്മൾ നോക്കാം ഒക്ടോബർ 9 എങ്ങനെയാണെന്ന് അതറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇന്ന് ഒക്ടോബർ 6 ആയപ്പോൾ തന്നെ അവർ ട്രാക്ക് അങ്ങ് മാറ്റി ഒക്ടോബർ 30 ഇതിനകത്തുള്ള ഇപ്പോഴും നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിനകത്തും ടോണും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേ പേര് സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇവർ എത്രയൊക്കെ ചെയ്താലും ഇവർക്കൊക്കെ അലോക്കേഷൻ എന്തെങ്കിലും കുറയും. എത്ര ഇത് നമ്മൾ ലെവൽ കൂട്ടിയെന്ന് വെച്ചാൽ മെയിനായിട്ട് റഫറലുള്ളവന് വലിയ യൂട്യൂബർമാരുടെ കാര്യമാണ്. വലിയ യൂട്യൂബർമാർ കൂട്ടി വീഡിയോ ചെയ്ത് അങ്ങനെയുള്ള മറ്റുള്ള സോഷ്യൽ മീഡിയ ഉള്ളവന്മാർ ചിലപ്പോൾ 100 മുതൽ 50,000 1 ലക്ഷം ഒക്കെ റഫറലുള്ളവരുണ്ട്. അവർക്കൊക്കെ ഏണിങ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പം എത്ര 1 ലക്ഷം പേര് റഫറലുള്ള അല്ലെ 5,000 പേരുള്ള ഉള്ളവന് ഒരു 3,000 പേര് ഇതുകൊണ്ട് ട്രാൻസാക്ഷൻ ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. അവന്മാർക്ക് നല്ല രീതിയിൽ ഏണിങ് ആയിരിക്കും കിട്ടുന്നത് ഈ വലിയ റഫറലുള്ള ടീമുകൾക്ക്. നമ്മുടെ ഇപ്പം ഈ ഒരു ഇടയ്ക്ക് ഇറങ്ങിയ നമ്മുടെ ആംസ്റ്റർ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തതിനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റും ഇതായി. ഇനിയിപ്പം ഈ ഒരു മെമേഫൈയുടെ ഓൾറെഡി സപ്ലൈ 10 ബില്യണേ ഉള്ളൂ. ചിലപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവർ 100 ബില്യണിലൊക്കെ ആക്കിയാലും അതിശയിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ റഫറിൽ കുറവുള്ളവർ, അപ്പോൾ 10 റഫറിൽ അല്ലെങ്കിൽ ഒരു റഫറിൽ ഇല്ലാത്ത ഈ ഒരു ടീമുകൾ ഇപ്പം ടോണൊക്കെ കൊടുത്ത് നിങ്ങൾ സ്പിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ റിവാർഡൊന്നും കിട്ടാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ 90% കമ്മ്യൂണിറ്റിക്കാണ് അതിൽ ഏറ്റവും നല്ലതായിട്ട് കിട്ടുന്ന ഈ വലിയ ടീമുകൾക്ക് അവന്മാർക്ക്. പിന്നെ ഒരു കാര്യം, പല ബോട്ടുകളും ഇപ്പോൾ ടോണിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലാണ് ഇത് ചെയ്യുന്നത്. ടോൺ ഫ്രീ ആയിട്ട് മേടിക്കുന്നത്. അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ടോൺ ഒരു ഇതിലോട്ട് അയക്കുമല്ലോ, നിങ്ങൾ അവരുടെ ഒരു അഡ്രസ്സ് നിങ്ങൾ ബ്ലോക്ക് ചെയിൻ ആ ഒരു ഇതിൽ ചെക്ക് ചെയ്യാമല്ലോ. ആ ഒരു ഇതിൽ ആ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവർ അഡ്രസ്സ് ഇത് നോക്കും. നിങ്ങൾക്കറിയാം ആ ഒരു അഡ്രസ്സ് എത്ര ടോൺ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, എൻ്റെ ഒരു ഊഹം മാത്രമാണ്, ഇവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ടോണുകൾ ഇപ്പം പല ടെലിഗ്രാം ബോട്ടുകൾ, ഉടായ്പ ബോട്ടുകളെന്ന് ഞാൻ പറയുന്നുള്ളൂ, ഇങ്ങനെയുള്ള മേടിക്കുന്ന എല്ലാ ബോട്ടുകളും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ഇവർ ടോണിനെ മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ 1000 ടോണും അതിൽ കൂടുതൽ ടോണും ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. നിങ്ങളപ്പോൾ ഷോക്കായി പോകും. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവന്മാരെന്ന് വെച്ചാൽ ഒരു ടോൺ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലോക്ക് ചെയിനാണ്. അത് ഇന്ന് നാളെ $50 വരെ എത്തും. ഇപ്പം നിങ്ങൾക്ക് ഇവന്മാർ $5-10 ഒരു ഇത് തന്നെന്ന് വെച്ചാൽ ഇവന്മാർക്ക് മേടിക്കാമെന്നില്ല. ഇവന്മാർക്ക് ഈ ഒരു ടോൺ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഒന്നാമത് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ വാറൻറ്റ് ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ടോൺ നല്ല രീതിയിൽ തന്നെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇവന്മാർ ആ ഒരു ബേസ് ചെയ്താണ് ഇപ്പം പല ടീമുകളും വന്ന് ടോണിനെ ഇപ്പം അങ്ങ് ഫ്രീ ആയിട്ട് മേടിക്കും. അവന്മാർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് നമുക്ക് അവന്മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം നിങ്ങൾ ആലോചിക്കും. ജസ്റ്റ് എൻ്റെ ഒരു ഊഹം മാത്രമാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഷോക്കായി പോകും. ഇത്രയും ടോണുണ്ട്. ആ ഒരു ടോണിന് ഇപ്പം $5 $5 കൂടെ ആയത് ഒരു 1000 ടോണുണ്ട്. എത്ര ഡോളർ കിട്ടും ഒന്ന് ആലോചിച്ച്. അവർക്ക് വെറുതെ നമ്മൾ കൊടുക്കുന്നു. അവർക്ക് അതിലും നമുക്ക് തരുന്നതിനെക്കാട്ടി വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടും. അത് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഉള്ള കളികളാണ്. ഈ ഒരു ടോൺ ഏതൊരു സംഭവം ടോൺ കൊടുത്തുള്ള ഒരു പരിപാടിക്കൊന്നും നിൽക്കണ്ട. നിങ്ങളെല്ലാം ടെസ്റ്റ് നെറ്റ് കാര്യങ്ങളെല്ലാം അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നോക്കുക. ഈ ടെലിഗ്രാമിലുള്ള ബോട്ടുകൾ ഇനിയും വരുന്നതെല്ലാം ഇങ്ങനെ ഫീ മേടിക്കാനായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇപ്പം മെമേഫൈയുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു 30 ലിസ്റ്റാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റഡ് തന്നെയാണ്. ആളുകളെല്ലാം നല്ല രീതി ഇതായിരിക്കും. ഇപ്പം എനിക്ക് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെയുള്ള ഉടായ്പ പ്രൊജക്റ്റിനെ നമ്മൾ ടെലിഗ്രാമിൻ്റെ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്തൊന്നും പറയാറില്ല. നമ്മൾ റെഫറലും വെക്കാൻ ശ്രമിക്കാറുമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടില്ല, ഒരു മെമേഫൈ കാര്യങ്ങളെക്കുറിച്ച്. ഇനിയും കിട്ടുവാണെങ്കിൽ അത് നല്ലതായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് കിട്ടുക. പിന്നെ ഇവരുടെ അടുത്തൊരു ഉടായ്പാണ് നിങ്ങൾ ഈ ഒരു ടെലിഗ്രാമിൻ്റെ മറ്റേ പ്രീമിയം എടുത്തവർക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അലൊക്കേഷൻ കിട്ടട്ടെ, അങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ടോൺ ബേസ് ചെയ്തുള്ള ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ വെറുതെ ഫീ കൊടുത്ത് നിങ്ങളുടെ സമയമൊന്നും കളയരുത്. അത്രയേ ഉള്ളൂ. വേറൊന്നും പറയാനില്ല. നാളെ കുറേ യൂട്യൂബർമാർ വന്ന് ഇത് പുതിയ ബോട്ട് ഇറങ്ങി നിങ്ങൾ ഇതിൽ കയറുമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ കയറിയാൽ നമുക്ക് 1-2 റഫറൽ അല്ലെങ്കിൽ ഒരു റഫറൽ എടുക്കാൻ പറ്റാത്തവരായി. നമ്മൾ എത്ര ഇതായാലും നമുക്ക് വലിയ എമൗണ്ട് കിട്ടണമെന്നില്ല. ഒരു യാദൃശ്ചികമായിട്ടൊരു കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.